യാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ തീർത്ഥയാത്ര കേരളത്തിലെ അതിപുരാതന കത്തോലിക്ക ദേവാലയമായ കാഞ്ഞൂരിലെ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്കാണ്. ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയം കാഞ്ഞൂരിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ആത്മീയ മുന്നേറ്റത്തിൻ്റെയും പ്രതീകമായി ആലുവ കാലടി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ മുഖ്യ അൾത്താരയാണ്. ഈ അൾത്താരയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. പുരാതനമായ കൊത്തുപണികളും പഴച്ചാറിലും ഇലച്ചാറിലും തങ്കഭസ്മത്തിലും ചാലിച്ചെടുത്ത ചിത്രങ്ങളാൽ അലങ്കൃതമാണ് ഈ അൾത്താര. എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട അതിപുരാതന കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി. ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള മനോഹരമായ ഈ പുരാതന ദേവാലയം ഭാരതീയ വാസ്തുശില്പവിദ്യയും പേർഷ്യൻ നിർമ്മാണ ശൈലിയും പോർച്ചുഗീസ് ശില്പചാതുര്യവും ഒത്തുചേർന്ന ക്രൈസ്തവ ദേവാലയ നിർമ്മാണ ശൈലിയുടെ ഒരു ഇതിഹാസമാണ്. പള്ളിക്കകത്തെ ചിത്രപ്പണികളും കൊത്തുവേലകളും കാഞ്ഞൂർ പള്ളിയുടെ ആക്കവും തൂക്കവും വിളിച്ചറിയിക്കുന്നതാണ്. മദ്ബഹായുടെ മുകളിലുള്ള ആർച്ച് ഭാഗത്ത് കാണപ്പെടുന്ന മനോഹരമായ ചിത്രപ്പണികൾ, പച്ചിലച്ചാറും തങ്കപ്പൊടിയും ചാലിച്ചെടുത്ത പെയിന്റിങ്ങുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുതുമ നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു. പഴയ നിയമത്തിലെ ചില സംഭവങ്ങളുടെ ചിത്രാവിഷ്കാരവും അൾത്താരയിൽ നമുക്ക് കാണാം. ഇന്ത്യയിലും വിദേശത്തുമുള്ള പല ചിത്രകാരന്മാരും കാഞ്ഞൂർ പള്ളിയിലെ പുരാതനമായ ഈ ചിത്രകലയെക്കുറിച്ച് കാണുവാനും മനസ്സിലാക്കുവാനും എത്താറുണ്ട്. പ്രധാന കവാടമായ ആനവാതിൽ, കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ, ദേവാലയമുറ്റത്തെ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ് എന്നിവ കാഞ്ഞൂർ ദേവാലയത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയമെങ്കിലും വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാൻ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അദ്ഭുത സാന്നിധ്യവും ശക്തിവിശേഷണങ്ങളും കാഞ്ഞൂരിനെ മധ്യ കേരളത്തിലെ പ്രസിദ്ധിയാർജിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുന്നു. കാഞ്ഞൂർ ഫൊറോന പള്ളി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിലും വിശുദ്ധ സെബസ്ത്യാനോസിനെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുത കഥകളാണ് ഈ ദേവാലയത്തെ ഇത്ര കണ്ട് പ്രസിദ്ധമാക്കിയത്. ഉദയസൂര്യനെപ്പോലെ തേജസ്സുറ്റ ഈ ദിവ്യരൂപം ഹോളണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വലിയ അത്ഭുത ശക്തിയുള്ള ഈ രൂപം രൂപക്കൂടിൽ നിന്ന് പുറത്തിറക്കാറില്ല. രൂപം പുറത്തിറക്കിയ സമയങ്ങളിൽ വിയർത്തെന്നും അങ്ങാടിയിൽ തീപിടുത്തവും നാട്ടിൽ പഞ്ഞം, വസന്ത തുടങ്ങിയ അനർത്ഥങ്ങളുണ്ടായി എന്നും പറയപ്പെടുന്നു. ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ പ്രധാന വഴിപാട് അമ്പെഴുന്നള്ളിക്കലാണ്. പച്ച പൊതിച്ചു നിൽക്കുന്ന ഈ പ്രകൃതി, ശാന്തമായി ഒഴുകുന്ന പെരിയാർ തീരം, മനോഹരമായ പാറക്കെട്ടുകൾ എന്നിവ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ കാഞ്ഞൂർ പ്രദേശം. കാഞ്ഞൂരിലെ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായ
പെരിയാറിന്റെ ഒരു തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശക്തൻ തമ്പുരാന്റെയും ടിപ്പു സുൽത്താന്റെയും പോർച്ചുഗീസ് മെത്രാന്മാരുടെയും സാന്നിധ്യം കൊണ്ടും ചരിത്ര സംഭവങ്ങൾ കൊണ്ടും സമ്പന്നമായ ഈ തീരത്താണ് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി സ്ഥിതി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനും പെരിയാറിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കാഞ്ഞൂർ ഫൊറോന പള്ളിയുടെ ചരിത്രത്തിൽ ടിപ്പു സുൽത്താനും ശക്തൻ തമ്പുരാനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് അദ്ദേഹം കീഴടക്കിയ പ്രദേശത്തെ പള്ളികളും അമ്പലങ്ങളും തകർത്തിരുന്നു. 1790 അദ്ദേഹം കാഞ്ഞൂർ പള്ളി ആക്രമിക്കാൻ പടയുമായെത്തി. ടിപ്പുവിന്റെ പട വരുന്നതറിഞ്ഞ് ജനങ്ങൾ പള്ളിയിൽ ഓടിക്കൂടി. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. സെബസ്ത്യാനോസിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചറിഞ്ഞ ടിപ്പു, ഈ കളിമൺ പ്രതിമയ്ക്ക് അത്ഭുത ശക്തിയുണ്ടെങ്കിൽ പുണ്യവാൻ നേരിട്ട് നമ്മോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ഞൂരിലെ ജനങ്ങൾ പുണ്യവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു. വിളിച്ചു വിളികേട്ട പുണ്യവാളൻ, എന്നെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലേ എന്ന് പുണ്യവാന്റെ രൂപത്തിൽ നിന്നും ഉച്ചത്തിൽ ശബ്ദം പുറത്തേക്ക് വന്നു. ഇത് കേട്ട് അത്ഭുതപ്പെട്ട ടിപ്പു കാഞ്ഞൂർ പള്ളി ആക്രമിക്കാതെ തിരിച്ചുപോയി എന്നാണ് ഐതിഹ്യം. കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാൻ കാഞ്ഞൂർ പുണ്യവാളന് കാണിക്കയായി നൽകിയതാണ് ഈ ആനവിളക്ക്. ഇതിലെ എണ്ണ സകലവിധ മാറാരോഗങ്ങൾക്കും തീരാവ്യാധികൾക്കും സിദ്ധ ഔഷധമായി വിശ്വസിക്കപ്പെടുന്നു. ടിപ്പുവിനെ പോലെ കാഞ്ഞൂർ പള്ളിയുടെ ചരിത്രവുമായി ബന്ധമുള്ള ശക്തൻ തമ്പുരാൻ ജനിച്ചത് പള്ളിയിൽ നിന്നും 1/2 മൈൽ ദൂരത്തുള്ള കോവിലകത്താണ്. ഒരിക്കൽ തമ്പുരാൻ പള്ളിയുടെ മുൻപിലൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പള്ളിയുടെ പടിപ്പുരയിൽ നിന്ന് ആരോ തമ്പുരാനെ എഴുന്നേറ്റ് വണങ്ങിയില്ല. ഇതിൽ കോപിഷ്ഠനായ തമ്പുരാൻ പടിപ്പുര പൊളിച്ചു കളയാൻ ഉത്തരവ് നൽകി. ഭൃത്യന്മാർ പടിപ്പുര പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തമ്പുരാന്റെ കോവിലകത്തെ ആന അവിടുത്തെ പടിപ്പുര തകർക്കുവാൻ തുടങ്ങി. ഇത് പുണ്യവാന്റെ അത്ഭുതമാണെന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ പുണ്യവാളനോട് വിശ്വാസം വരികയും പ്രായശ്ചിത്തമായി പുണ്യവാന് ഒരാനവിളക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഈ ആനവിളക്ക് തിരുനാളിന്റെ സമയത്ത് മാത്രമാണ് പള്ളിയിൽ തൂക്കാറുള്ളത്. എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളുടെ മനസ്സിൽ ബാല്യത്തിൽ തന്നെ കാഞ്ഞൂർ പുണ്യാളൻ്റെ പ്രതിഭാസം നിറഞ്ഞു നിന്നിരുന്നു. അന്ന് ഈ നാട്ടിലെ ഒരു ഉത്സവം എന്ന് പറയുന്നത് കാഞ്ഞൂർ പെരുന്നാളാണ്. സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പരിപാടികൾ നടക്കുമായിരുന്നെങ്കിലും കുട്ടികളുടെ മനസ്സിലെന്നും നിറഞ്ഞു നിന്നിരുന്ന കാഞ്ഞൂർ പെരുന്നാളാണ്. ഇപ്പോൾ ഒരു പെരുന്നാൾ കഴിയുമ്പോൾ അടുത്ത പെരുന്നാളിനി എന്നാണെന്നുള്ള കലണ്ടറിൽ നോക്കി ഇങ്ങനെ ഞങ്ങൾ ഉത്കണ്ഠപ്പെടുമായിരുന്നു. കാരണം അത് ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറിയിരുന്നു. പിന്നീട് വളർന്നു വന്നപ്പോഴാണ് കാഞ്ഞൂർ പുണ്യാളൻ എന്ന് പറയുന്നത് ഈ നാടിനെ നിയന്ത്രിക്കുന്ന ഒരു ഭക്തിയുടെ ശക്തിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്മയും അതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ പുണ്യാള ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തന്നാൽ, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറിയാൽ അല്ലെങ്കിൽ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തന്നാൽ ഞാനവിടെ അമ്പെടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ മെഴുകുതിരി എത്തിച്ചേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൊന്നുകൊണ്ടുള്ള എന്തെങ്കിലും വഴിപാടുകളൊക്കെ. ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്ക് കഴിയാത്ത വഴിപാടുകൾ വരെ പൊന്നിൻ്റെ ഒരു കുരിശ്, വലിയ കുരിശ് അല്ലെങ്കിൽ പോലും ചെറിയ കുരിശൊക്കെ ഞാൻ അമ്മയ്ക്ക് അതിനൊരു സാമ്പത്തികമായ സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പുണ്യാളിനോടുള്ള ഭക്തിയും വിശ്വാസം കൊണ്ട് അങ്ങനെ നേർന്നിരുന്ന് വളരെ കഷ്ടപ്പെട്ട് ആ വഴിപാടുകൾ നിവർത്തിക്കാനായിട്ട് അമ്മ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽ ജനിച്ച് വളർന്ന് ആ അമ്പലങ്ങളിലൊക്കെ പോകുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ വന്നിരുന്ന ഒരു പക്ഷേ ഈ ദേവാലയത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് കാരണം അത് മനസ്സിൽ പതിയുന്ന ഭക്തിയുടെ ആ ദൃഢത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഞാനൊരു ഈ പരിപൂർണമായിട്ട് ഇതിലെ മറ്റു ദേവാലയങ്ങൾ പോകുന്നില്ലെന്ന് അർത്ഥമില്ല. പക്ഷേ ഞങ്ങളുടെ ചിന്തകളിൽ നിന്ന്, ഞങ്ങളുടെ ഭക്തിമാർഗ്ഗങ്ങളിൽ നിന്ന് കാഞ്ഞൂർ പുണ്യാളനെ മാറ്റി നിർത്തി ചിന്തിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ ഒരു ക്രിസ്തീയ സമുദായത്തിൻ്റെ ഒരു പിൻബലത്തിൽ മാത്രമല്ല ഇവിടെ ഉത്സവങ്ങൾ നടക്കാറുള്ളത്. എല്ലാ സമുദായക്കാരും, ഒരുപക്ഷെ പൊതുവെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായം പോലും ഇവിടുത്തെ ഈ ആഘോഷങ്ങളിൽ അവരുടെ ദേവാലയങ്ങളിലൊരു ആവശ്യമാണെന്നുള്ളതിൽ വരുന്നതും ആ ഭക്തി സംബന്ധമായ കാര്യങ്ങൾ പങ്കുകൊള്ളുന്നത് വളരെ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ അപൂർവം. ഞാൻ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു ആഘോഷം മാത്രമല്ല, ഭക്തിയുടേതായ അന്തരീക്ഷം ഞാനൊരു സ്ഥലത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കേരള ക്രൈസ്തവ പഴമയെ വ്യക്തമാക്കുന്ന അപൂർവം ചില ദേവാലയങ്ങളൊന്നാണ്
കാഞ്ഞൂർ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി. പെരിയാർ പുഴയുടെ ഓരത്ത് 1011 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ദേവാലയമാണ് കാഞ്ഞൂർ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിഷണറിമാർ അവരുടെ പ്രത്യേകമായ പ്രചോദനവും സഹായവുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് ഇവിടെയുള്ളത്. ഈ സമൂഹത്തിന് വേണ്ടതായ എല്ലാ ചൈതന്യവും ആദിമ ക്രൈസ്തവ സഹോദരങ്ങളിൽ നിന്നും പറവൂരും കൊടുങ്ങല്ലൂരുമൊക്കെ സഹോദരങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നാണ് നാം മനസ്സിലാക്കുക. ഇവിടെ ഈ കഴിഞ്ഞ 1011 വർഷത്തെ കാലയളവിനുള്ളിൽ ഒരു വലിയ ഒരു ക്രൈസ്തവ സംസ്കാരം തന്നെ വളർത്തിയെടുക്കുവാനായിട്ട് ഇവിടുത്തെ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. അത് വ്യക്തമാക്കുന്നതാണ് കാഞ്ഞൂർ പള്ളിയും അതിനോടൊപ്പമുള്ള ഇവിടുത്തെ കാഞ്ഞൂരിലെ ക്രൈസ്തവ കുടുംബങ്ങളും സമൂഹങ്ങളുമെല്ലാം. ഏകദേശം 3000-ഓളം ക്രൈസ്തവ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കാഞ്ഞൂർ. ഇതിനോടകം ഏകദേശം 5-6 ദേവാലയങ്ങൾ, ഇതിൻ്റെ കുരിശുപള്ളികളായിട്ട് പ്രവർത്തിച്ച ദേവാലയങ്ങൾ ഇന്ന് പൂർണ്ണ രൂപത്തിലുള്ള ഇടവകളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുടുംബങ്ങളിലൂടെയെല്ലാം വളർന്നു വരുന്ന ക്രൈസ്തവ ചൈതന്യം ഇവിടുത്തെ മറ്റു ഇതര മതസ്ഥർക്കും ഏറെ പ്രചോദനമാകുന്ന രീതിയിൽ, സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലെല്ലാം ഈ സമൂഹത്തെ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മുടെ ഇവിടെ വന്ന ഈ 1100 വർഷത്തെ പാരമ്പര്യം നമ്മളെ സഹായിച്ചു എന്നുള്ളത് വലിയൊരു സംഭാവനയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റേത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാഞ്ഞൂരിലെ മറ്റൊരു ശ്രദ്ധേയമായ കാഴ്ചയാണ് ഈ മാമോദീസ കല്ല്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഒറ്റക്കല്ലിൽ തീർത്തതുമായ ഈ മാമോദീസ കല്ലിൽ ധാരാളം കൊത്തുപണികളുമുണ്ട്. ഇവിടെ വെച്ചാണ് വിശ്വാസികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നത്. ഇത് കാഞ്ഞൂർ പള്ളിയിലെ പ്രസംഗപീഠം. പണ്ട് കാലത്ത് മൈക്കില്ലാതിരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് വൈദികർ പ്രസംഗിച്ചിരുന്നത്. ഇവിടെ വരുന്ന വിദേശികളും സ്വദേശികളുമായ എല്ലാ തീർത്ഥാടകരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിസ്മയ കാഴ്ചയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്നതിൻ്റെ മങ്ങാതെ നിൽക്കുന്ന ഒരു തെളിവാണ് ഈ പ്രാചീന ശിലാലിഖിതങ്ങളും ഇവിടത്തെ താളിയോലകളും. ഇത് കാഞ്ഞൂർ ഫൊറോന ചർച്ചിൻ്റെ പള്ളിമേടയാണ്. ഈ ദേവാലയത്തിന് ഒരു അലങ്കാരമായി നിൽക്കുന്ന ഈ പള്ളിമേട 116 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ
ഇപ്പോൾ ശ്രീമൂലകർന്ന് ചെല്ലുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കാഞ്ഞൂരിൻ്റെ അടുത്തല്ലേ, കാഞ്ഞൂർ പള്ളിയുടെ അടുത്താണോ? നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി മാർക്കായിട്ട് തന്നെ നമ്മൾ വെച്ചിരുന്നത് കാഞ്ഞൂർ പള്ളിയിൽ നിന്ന് ഇത്ര ദൂരം, അല്ലെങ്കിൽ കാഞ്ഞൂർ പള്ളിയുടെ അടുത്ത്, അല്ലെങ്കിൽ കാഞ്ഞൂർ പള്ളിയിലേക്ക് പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ നിത്യ സംഭാഷണങ്ങളിൽ പോലും കാഞ്ഞൂർ എന്നുള്ളൊരു പദം ഇങ്ങനെ വളരെ തുളുമ്പി നിന്നിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ പതിഞ്ഞാണ്. അതുകൊണ്ട് പുണ്യാളനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ആർക്കും, നിരീശ്വരവാദികൾക്ക് പോലും ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ ഒരു ചെറുപ്പകാലത്തൊരു കാഴ്ച എന്ന് പറയുന്നത്, അന്ന് ബസ് സൗകര്യം, ഓട്ടോറിക്ഷ, കാറൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി, ചേർത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കാൽനടയായിട്ട് അമ്പ് കയ്യിലേന്തിക്കൊണ്ട് ചെണ്ടയുടെ മേളത്തോടു കൂടി ഒക്കെ വരുന്നൊരു കാഴ്ച. അതിപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കുടുംബത്തോടും അല്ലെങ്കിൽ ആ നാട്ടുകാരോടൊക്കെ കൂടി സംഘടിച്ചുകൊണ്ട് അവരിങ്ങനെ റോഡിൽ കൂടി വരുന്നൊരു കാഴ്ച വളരെ അത്ഭുതത്തോടുകൂടി ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുന്ന വഴിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഘം വരുന്നത്. സ്കൂളിൽ പോകാതെ തന്നെ ഞങ്ങൾ ചിലപ്പോൾ ഇതെല്ലാം നോക്കി നിൽക്കും. അപ്പോൾ ആ കാഴ്ചകളൊന്നും ഇപ്പോൾ വാഹനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ പലരും ഇങ്ങനെ, പിന്നെ ദേവാലയങ്ങൾ വർദ്ധിച്ചിട്ട് പോലും ഇവിടുത്തെ തിരക്കിന് യാതൊരു കുറവ് വന്നിട്ടില്ല. കാരണം അത് പുണ്യാളൻ്റെ ശക്തി തന്നെയാണെന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ ഹൈന്ദവ ഒരു പശ്ചാത്തലം ഈ പള്ളിക്കുണ്ട്. കാരണം ഇവിടുത്തെ പുതിയടത്ത് ഭഗവതി എന്ന് പറയുന്ന ഒരു പുതിയടത്ത് ഭഗവതി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഹൈന്ദവരായ ആളുകളും കാഞ്ഞൂർ ഉള്ള ക്രൈസ്തവ സമൂഹം എല്ലാം വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ കാഞ്ഞൂർ പുണ്യാളൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ തിരുസ്വരൂപത്തിൻ്റെ സഹോദരിയാണ് പുതിയടത്ത് ഭഗവതി എന്നാണ്. ഇവിടുന്ന് ഈ പ്രദക്ഷിണ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്നൊരു കാഴ്ച, ഈ പുണ്യാളൻ്റെ തിരുസ്വരൂപം ആ നടക്കെ ചെല്ലുമ്പോൾ വളരെ നേരം ഈ ഭഗവതിക്ക് അഭിമുഖമായിട്ട് തിരിച്ചു നിർത്തുകയും അതിനുശേഷം മടങ്ങിപ്പോരുകയും ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. എന്തുകൊണ്ടങ്ങനെ ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയെന്ന് നമുക്കറിയില്ലെങ്കിലും ഈ സഹോദരനാണ് സഹോദരിയാണ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഒരു മതമൈത്രിയുടേത് മാത്രമല്ല, ഈ സമൂഹം ഒരു കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നു, എത്ര ഐക്യത്തോടുകൂടി ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം കൂടിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ നാടകമൊക്കെ എഴുതി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. ഞാൻ മിക്ക ആഘോഷങ്ങൾക്ക് പുറമെ ചില ഞായറാഴ്ചകളിലൊക്കെ വളരെ അപൂർവമായിട്ട് ഇവിടെ വരാറുണ്ട്. പലരും ചോദിക്കുന്നോട് എന്താ ഇവിടെ നിന്ന് ചോദിക്കും. നമ്മൾ ചുമ്മാ വന്നാണെന്ന് പറയാം. എങ്കിലും കുറച്ച് നേരം അവിടെ ഇരുന്ന് കാഞ്ഞൂർ പുണ്യാളൻ്റെ രൂപ എഴുന്നള്ളിച്ചിരിക്കുന്നതിന് മുമ്പിലിരുന്ന് അവിടുത്തെ അരിയും കുരുവളവും ഒക്കെ എടുത്ത് വായിലിട്ട് കയ്യിൽ നേർച്ച ഉണ്ടെങ്കിൽ നേർച്ച ഇടും. നേർച്ച ഇട്ടില്ലെങ്കിലും പുണ്യാളം പ്രസാദിക്കുമെന്ന് എനിക്കറിയാം. കാരണം നേർച്ച പെട്ടിയിലെ ബലം നോക്കിയിട്ടല്ലല്ലോ ഈശ്വരൻ നമ്മൾ പലപ്പോഴും അനുഗ്രഹിക്കാറുള്ളത്. നമ്മുടെ മനസ്സാണ് നമ്മൾ അർപ്പിക്കുന്നത്. അത് നേർച്ച ഇടേണ്ടതല്ല, നേർച്ച ഉണ്ടെങ്കിൽ ഇടാം. അത്തരം പള്ളിയുടെ അല്ലെങ്കിൽ അത്തരം പുരോഗമന കാര്യങ്ങൾക്കോ സാധുക്കളെ സംരക്ഷിക്കാനൊക്കെ പണം ഉപയോഗിക്കാം. പക്ഷേ ഒരു ഭക്തനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞാൻ പുണ്യാളൻ എൻ്റെ മനസ്സാണ് അർപ്പിച്ചിട്ടുള്ളത്. ആ മനസ്സർപ്പിച്ചുകൊണ്ട് ഇതുവരെ പുണ്യാളൻ എന്നെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടുള്ള എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ കലാപരമായ ജീവിതത്തിൻ്റെ ഇടയിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഇടയിലും ഒരു താങ്ങും തണലുമായിട്ട് പുണ്യാളൻ എന്ന് നിന്നിട്ടുണ്ട്. അതിനുണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ജനുവരി 19, 20 തീയതികളിൽ ആഘോഷിക്കപ്പെടുന്ന കാഞ്ഞൂർ പള്ളിയിലെ തിരുനാളിൻ്റെ 3 പ്രദക്ഷിണങ്ങൾ വളരെ പ്രസിദ്ധമാണ്. 19-ാം തീയതി തിരുനാളിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആദ്യത്തെ പ്രദക്ഷിണം ആരംഭിച്ച് വൈകിട്ട് 6 മണിക്ക് സമാപിക്കുന്നു.
20-ാം തീയതി 2 തവണയായി നടത്തപ്പെടുന്ന പ്രദക്ഷിണങ്ങൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രദക്ഷിണങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. പ്രദക്ഷിണത്തിന് മുന്നിലായി 101 ചെണ്ടക്കാരുടെ ചെണ്ടമേളം, അതിന് പിറകിലായി 201 പൊൻകുരിശുകളും വെള്ളിക്കുരിശുകളും, അതിന് പിറകിലായി 500ഓളം നാനാവർണ്ണ മുത്തുക്കുടകളും നിരക്കുന്നു. അതിന് പിറകിലായി ആയിരക്കണക്കിന് വിശ്വാസികളും തിരുസ്വരൂപവും അണിനിരക്കുന്നു. കാഞ്ഞൂരിൽ ജീവിക്കും പുണ്യവാനേ. ജനുവരി 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കിറങ്ങുന്ന പ്രദക്ഷിണത്തിന്
പുണ്യവാനെ അകമ്പടി സേവിക്കാൻ എല്ലാ വർഷവും പരുന്തുകൾ മുടങ്ങാതെ എത്തുകയും പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് വട്ടമിട്ട് പറക്കുന്നതും നട്ടുച്ചയ്ക്ക് നക്ഷത്രങ്ങൾ തെളിയുന്നതും തീർത്ഥാടകരെ നിർവൃതിയിലെത്തിക്കുന്നു. ഈ പരുന്തുകൾ വരുന്നതിന് ഒരു ചരിത്രമുണ്ട്. പരുന്തുകളെ പുണ്യവാന് വളരെ ഇഷ്ടമായിരുന്നു. പുണ്യവാൻ അമ്പെയ്ത്തിൽ മരിക്കാതെ വന്നപ്പോൾ ഗദ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. ഈ സമയം നരികളും കഴുകന്മാരും ഉപദ്രവിക്കാതെ ആ ശരീരത്തിന് ചുറ്റും പരുന്തുകൾ കാവൽ നിന്നു എന്നും നക്ഷത്രങ്ങൾ നട്ടുച്ചയ്ക്ക് മിന്നി എന്നും പറയപ്പെടുന്നു. കാഞ്ഞൂർ പള്ളിയിലെ വെടിക്കെട്ട് പ്രസിദ്ധമാണ്. ശക്തൻ തമ്പുരാന്റെ കാലത്ത് കാഞ്ഞൂർ പള്ളിയിലെ തിരുനാളിന് കേൾക്കുന്ന നിരന്തരമായ കതിനയുടെ വെടിയൊച്ച അസഹ്യമായപ്പോൾ കതിനകളെല്ലാം പള്ളിയോട് ചേർന്ന പെരിയാർ പുഴയിൽ കളയുവാൻ തമ്പുരാൻ കൽപ്പിച്ചു. എന്നാൽ തിരുനാളിൻ്റെ പ്രദക്ഷിണത്തിന് പുണ്യവാന്റെ രൂപമിറക്കിയപ്പോൾ ആ കതിനകളെല്ലാം വെള്ളത്തിന് മുകളിൽ വന്ന് ഉച്ചത്തിൽ പൊട്ടുകയും ചെയ്തു. ഇത് നേരിൽ കണ്ട തമ്പുരാൻ പുണ്യവാനെ വന്നു വണങ്ങുകയും പള്ളിയുടെ സ്ഥലങ്ങളെല്ലാം കരമൊഴിവാക്കി നൽകുകയും ചെയ്തു. കാഞ്ഞൂരിൽ ജീവിക്കും പുണ്യവാനേ, അടിയങ്ങൾ ഞങ്ങൾക്ക് പുണ്യം തരാം. പ്രാർത്ഥിക്കണമേ നീ പ്രാർത്ഥിക്കണമെന്നും വരമാരി ചൊരിയണമേ പുണ്യവാനേ. ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണമേ നീ കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാനേ. ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണമേ നീ കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാനേ. രോഗവും ദുഃഖവും ജീവിതത്തെ നിർമ്മലമാക്കിടും വരദാനമാ. രോഗവും ദുഃഖവും ജീവിതത്തെ നിർമ്മലമാക്കിടും വരദാനമായി. കൈനീട്ടി ഞങ്ങൾ സ്വീകരിക്കാം, ബലമേകിയെന്നും നയിച്ചിടണേ. കൈനീട്ടി ഞങ്ങൾ സ്വീകരിക്കാം, ബലമേകിയെന്നും നയിച്ചിടണേ. ജനുവരി 19, 20 തീയതികളിൽ നടത്തപ്പെടുന്ന പെരുന്നാൾ ദിനങ്ങളിൽ കാഞ്ഞൂറിൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ ഫെസ്റ്റിവൽ ഏരിയയായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മചൈതന്യമായി വിളങ്ങുന്ന കാഞ്ഞൂർ പുണ്യവാനെ ഒരു നോക്ക് കാണുവാൻ ജാതിമത ഭേദമില്ലാതെ എല്ലാ ജനങ്ങളും ഭാരതത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ദേവാലയത്തിൽ നിത്യവും വന്നണയുന്നു. പുണ്യവാന്റെ അത്ഭുതങ്ങളാൽ അക്രമങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവർ
വിവാഹ തടസ്സം മാറിയവർ, പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ, ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് വിളിച്ചു വിളികേട്ട് ഇന്നും ജീവിക്കുന്ന കാഞ്ഞൂരിലെ സെബസ്ത്യാനോസിനെ കുറിച്ച് വിശ്വാസികൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി ഈ ദേവാലയത്തിൽ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ ഇന്നും പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും അനുഗ്രഹം ആവോളം ലഭിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നു.